ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ 6ാം പ്രതി പത്മകുമാർ വരെ മാത്രമേ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളൂ. ഇനിയുമുണ്ട് അതിനപ്പുറം വമ്പന്മാർ. ഇനിയുമുണ്ട് നിർണായക തെളിവുകളെന്ന് BJP അടക്കം തെളിവ് നിരത്തി പറഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് ഒരനക്കവുമില്ല. ഇപ്പോൾ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തും N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തുമൊക്കെ സമയം തട്ടി നീക്കുകയാണ് ഇപ്പോൾ സംഘം. ഓർക്കണം, N വാസുവും പത്മകുമാറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. നിർണായകമായ 2 അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ SIT നടത്തിയത്. എന്നിട്ടും അവരിപ്പോൾ ഇരുട്ടിൽ തപ്പുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ ഈ എലിയും പൂച്ചയും കളി തുടരാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അത് കഴിയുമ്പോൾ എല്ലാ ശ്രദ്ധയും തെരഞ്ഞെടുപ്പിലേക്കാകും. അതോടെ വാസുവിനും പത്മകുമാറിനും അടക്കം ജാമ്യം നേടുകയും ചെയ്യാം. കടകംപള്ളിക്കും മുകളിലുള്ളവർക്കും തടി തപ്പുകയും ചെയ്യാം. അതാണ് കാഞ്ഞ ഇടത് ബുദ്ധി. കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും കേസ് അട്ടിമറിക്കുന്ന SIT അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണെന്നും BJP നേതാവ് K. സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സ്വർണം പൂശൽ ശ്രമം കൂടി പുറത്തു വരികയാണ്. അതും കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ 100 കോടി തട്ടാനുള്ള ശ്രമം നടന്നു എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും വാതിലും സ്വർണം പൂശി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു ബംഗളൂരു സ്വദേശി എത്തിയെന്ന് ദേവസ്വം മുൻ വിജിലൻസ് ഓഫീസർ RK ജയരാജനാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ദേവസ്വം വിജിലൻസിൻ്റെ ഇടപെടലിലൂടെ സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഇതോടെ അന്നത്തെ ചോറ്റാനിക്കര ദേവസ്വം ബോർഡ് അധികൃതർ ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുകയാണ് സംഭവം. 2019 ചോറ്റാനിക്കരയിൽ ബംഗളൂരു സ്വദേശി ഗണപതി ശ്രാവൺ എന്ന സ്പോൺസറുടെ വരവ്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അയാൾ എത്തിയത്. ഇതേ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി അത് വിറ്റ് കാശാക്കിയത്. വലിയ ബിസിനസ്സുകാരൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. ഈ ഗണപതി ശ്രാവണ് ക്ഷേത്രത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം അയാൾ അവിടെ തുടർന്നു. എന്നാൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഈ ഗണപതി ശ്രാവൺ എന്ന് കണ്ടെത്തി. ഇയാളുടെ വിലാസവും ആസ്തിയും ഒക്കെ വ്യാജമെന്ന് കണ്ടെത്തി. ഇതോടെ ബോർഡ് അധികൃതർ പദ്ധതി ഒഴിവാക്കുകയായിരുന്നു. ശബരിമലയിലെ കൊള്ളയ്ക്ക് സമാനമായൊരു വൻ തട്ടിപ്പിനുള്ള ശ്രമമായിരുന്നു അന്ന് ചോറ്റാനിക്കര നടന്നത്. അന്ന് ക്ഷേത്രം ശ്രീകോവിലിൻ്റെ അളവടക്കം ഈ വ്യാജനും സംഘവും എടുത്തതായുമാണ് മുൻ വിജിലൻസ് ഓഫീസർ വ്യക്തമാക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് K. സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമലയിൽ അന്വേഷണം വളരെ ലാഘവത്തോടെയാണ് ഇപ്പോൾ പോകുന്നത്. കടകംപള്ളിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല സുപ്രധാന തെളിവുകളും നശിപ്പിക്കപ്പെടും. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കലാണ് ഇപ്പോൾ SIT ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് മറ്റൊന്നാണ്. പല സുപ്രധാന പ്രതികളുടെ മൊഴികളും ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യേണ്ട പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടുമില്ല. അറസ്റ്റ് ചെയ്യേണ്ട പലരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് SIT എന്ന് BJP ചോദിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെയും ഹൈക്കോടതിയും കബളിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വിടണമെന്നാണ് K. സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഇതേ ആവശ്യമാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നടത്തിയത്. സ്വർണ്ണക്കൊള്ള കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട സംഭവമാണെന്നും ഇത് ദേവസ്വം ബോർഡ് ഫെഡറൽ പട്ടികയിൽ പെടുന്നതിനാൽ കേന്ദ്രമാണ് ഇത് അന്വേഷിക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നുമായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത്. അതേ നിലപാടിൽ BJP സംസ്ഥാന ഘടകം ഉറച്ചു നിൽക്കുകയാണ്. SIT ആകട്ടെ എത്രയും വേഗം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കട്ടെ എന്നൊരു കണക്കുകൂട്ടലാണ്. അപ്പോഴേക്കും എല്ലാം തേച്ചുമാച്ച് കളയാമെന്നും അറസ്റ്റുകൾ പത്മകുമാറിൽ ചെന്ന് അവസാനിപ്പിക്കാമെന്നുമൊക്കെയാണ് ഇപ്പോൾ SITയുടെ ഒരു ചിന്ത.